നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 523 523. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 523. ശ്രീകൃഷ്ണ ലീലാകാന്ഡം എന്നുള്ളതിൽ 15-ാം സർഗം പൂതനാമോക്ഷം. അതിൽ 17-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞ് നിർത്തിയത്. അപ്പോൾ അവിടെ എന്താ പറയുന്നത്? പെണ്ണോ അപ്പോൾ പറഞ്ഞു, അതായത് 16ഉം 17ഉം ശ്ലോകം ഒന്നായിട്ട് വായിച്ചാലേ അതിൻ്റെ അർത്ഥം കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നോക്കാം. പെണ്ണോ നോക്കാതെ ഞാൻ ചെയ്തു പോയതാം, അല്ലയെങ്കിലോ നിവൃത്തിയില്ലാഞ്ഞ മട്ടിൽ കണ്ണടച്ചതു ചെയ്തതാം. അതായത് ഭഗവാൻ പൂതനേനെ കണ്ടപ്പോൾ ഒരു പെണ്ണല്ലേ എന്ന് വിചാരിച്ചിട്ട് കണ്ണടച്ചതാണോ, അതോ നിവൃത്തിയില്ലാഞ്ഞ മട്ടിൽ കണ്ണടച്ചതു ചെയ്തതാം എന്നോതുവാനോ ഭക്തന്മാരോർക്കുന്നു പലമാതിരി. സർവന്തര്യാമി ഉൾപ്പൂവിൽ കണ്ടാൻ കാരുണ്യവാരിധി എന്ന് പറഞ്ഞാൽ നിർത്തിയത്. ഭഗവാൻ എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അല്ല ഭഗവാൻ എന്താണ് ആഗ്രഹിച്ചിട്ടുള്ളത്, ഭഗവാന്റെ അഭിലാഷം എന്താണെന്നുള്ളത് ഭക്തജനങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താ? ഭഗവാൻ സർവജ്ഞനാണ്, സർവവ്യാപിയാണ്. നമ്മൾക്ക് പരിമിതികളുണ്ട്, ഭഗവാന് പരിമിതികളില്ല. അപ്പോൾ ഇനി അടുത്ത ശ്ലോകം നോക്കൂ. ഉള്ളിലുള്ളതേ പോലെ പുറത്തും തേച്ചുകൊണ്ടു നീ എനിക്കർപ്പിക്കുവാൻ എൻ്റെ മുമ്പിൽ വന്നെത്തിയില്ലയോ. ഓ മൈ ഗോഡ്, ഞാൻ ഒരു കമൻ്റ് എഴുതിയിട്ടുണ്ട്. ഉള്ളിലുള്ളതേ പോലെ പുറത്തും തേച്ചുകൊണ്ടു നീ. നിൻ്റെ ഉള്ളിൽ വിഷമാണ്. പൂതനോട് പറയാണ്, അല്ലെങ്കിൽ ആത്മകഥം ഭഗവാൻ പറയാണ്, പൂതനെ നിൻ്റെ ഉള്ളിൽ വിഷമാണ്, അത് നിൻ്റെ സ്ഥാനങ്ങളിൽ നീ തേച്ചിട്ടുമുണ്ട്. ഉള്ളിലും പുറത്തും നീ വിഷകാരിയാണ്. അതുകൊണ്ട് ഞാൻ നിന്നെ തൃക്കൺ പാർക്കണില്ല, അതായത് ഞാൻ നിനക്ക് അനുകമ്പ തരണില്ല. പക്ഷേ ഒരു അമ്മയാകുന്ന വ്യാജേന, അമ്മയുടെ മുഖമുദ്രയോടുകൂടി നീ എനിക്ക് സ്തന്യപാനം ചെയ്യുന്നു എന്ന് കാണിക്കക്കാരന് ഞാൻ നിനക്ക് മോക്ഷം തരാം. ഇറ്റ് ഈസ് നോട്ട് യുവർ റൈറ്റ്, ഇറ്റ് ഈസ് മൈ മേഴ്സി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഭഗവാന്റെ മേഴ്സിയിലാണ്. ഭഗവാൻ ലീലയാ ആടുന്നു എന്നാണ് ആപ്തവാക്യം. അപ്പോൾ കർമ്മങ്ങളുടെ ഫലം ചിലപ്പോൾ വഴിയെന്ന് വരും, ചിലപ്പോൾ തന്നില്ല എന്ന് വരും. തരാത്തത് മുഴുവൻ അദ്ദേഹം അണക്കെട്ട് തുറന്നാൽ എങ്ങനെ ഉണ്ടാവും, അതേപോലെ തന്നു എന്ന് വരും. അതൊന്നും നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തരുന്ന ദുര്യോഗങ്ങളെ പോസിറ്റിവിറ്റിയാക്കി മനസ്സിലാക്കി, കടമകളാണെന്നും കടപ്പാടുകളാണെന്നും മനസ്സിലാക്കി ഗോ ഓൺ ഡിസ്ചാർജിങ് ദി ഡ്യൂട്ടീസ് ഓഫ് എ ഭക്ത. എന്താണ് ഭക്തൻ്റെ ഡ്യൂട്ടീസ്? ഭഗവാനെ സേവിക്കുക. ഭഗവാനെ സേവിക്കുക എന്ന് പറഞ്ഞാൽ മാത്രം മതിയോ? പോരാ. കാരണം എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഭഗവാൻ അന്തര്യാമിയായിട്ട് കൂടസ്ഥനായിട്ടിരിക്കുകയാണ്. അപ്പം മനുഷ്യന്മാരെ സേവിക്കാതെ കണ്ട് ഭഗവാനെ സേവിക്കാൻ പറ്റില്ല. കാരണം ഭഗവാൻ നിരാകാരനാണ്, ഭഗവാൻ ഗുണാതീതനാണ്. അപ്പോൾ ഗുണാധീനന്മാരായ നമ്മൾ ഗുണാതീതനായിരിക്കുന്ന ഈശ്വരനെ സേവിക്കണമെന്നുണ്ടെങ്കിൽ സഹജീവികളെ സേവിക്കണം. സഹജീവികളെ സേവിക്കാതെ കണ്ട ഈശ്വര ലാഭം ഉണ്ടാവില്ല. അപ്പോൾ പറയണു, ഉള്ളിലുള്ളതേ പോലെ പുറത്തും തേച്ചുകൊണ്ടു നീ എനിക്ക് അർപ്പിക്കുവാൻ എൻ്റെ മുന്നിൽ വന്നെത്തിയില്ലയോ. നീ എനിക്ക് വിഷം തരാനല്ലേ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കണമെന്ന് ചോദിച്ചു ആത്മകഥത്തിൽ. തീർത്തേക്കാം ഉടനെ തന്നെ നിൻ്റെ സർവ്വവിഷങ്ങളും. ഭഗവാൻ പറയണം, തീർത്തേക്കാം, നിൻ്റെ ആയുസ്സിനെ ഞാൻ ഇപ്പോൾ പാനം ചെയ്ത് ഇനി നീയെ വേറൊരാൾക്ക് വിഷം കൊടുക്കില്ല.
തീർത്തേക്കാം ഉടനെ തന്നെ നിന്റെ സർവവിഷങ്ങളും ഉണ്ണിയെ പൊന്നിൻ വളയൊച്ചപ്പെടാതവൾ ഉണ്ണിയെ പൊന്നിൽ വളയൊച്ചപ്പെടാതവൾ. കാരണം ആരെങ്കിലും വന്ന് കുട്ടി എടുക്കണ്ടെന്ന് പറഞ്ഞാലോ, അപ്പോൾ തൻ്റെ കയ്യിലുള്ള പൊന്നിൻ്റെ വളകൾ ഇളകി ശബ്ദിക്കാത്ത രീതിയിലാണ് കുട്ടീനെടുത്തത്. അങ്ങിങ്ങു നോക്കിയൊരു ഇരുട്ടറയിൽ ചെന്നിരുന്നുടൻ പോർമുലക്കച്ചയൊട്ടൊന്നു പൊങ്ങിച്ചും കൊണ്ടു പാഴ്വിഷം. വാട്ട് എ യൂസേജ്! പാഴ്വിഷം, ഏൽക്കാത്ത വിഷം എന്നർത്ഥം. വിഷം ആർക്കേ ഏൽക്കുള്ളൂ? സാധാരണക്കാർക്ക്. ഭഗവാന്റെ നിറം എന്താ? വിഷം പകർന്ന മാതിരി, നീലാഞ്ജനം. അതിലെങ്ങനെ വിഷം കയറുക? അങ്ങിങ്ങു നോക്കി ഒരു ഇരുട്ടറയിൽ ചെന്നിരുന്നുടൻ പോർമുലക്കച്ചയൊട്ടൊന്നു പൊങ്ങിച്ചും കൊണ്ടു പാഴ്വിഷം നൽകിനാൾ നീലകണ്ഠനും പുകളേകിയൊരു ഉണ്ണിയിൽ. നോക്കൂ, സാക്ഷാൽ ശിവപെരുമാൾക്ക് കൂടി പുകളേകിയ ഒരുണ്ണിയിൽ. കാരണം ഭാഗവതത്തിൽ പരമശിവനെ തോൽപ്പിക്കുന്ന ഭാഗങ്ങളുണ്ട്, പരമശിവൻ ഭഗവാനെ സ്തുതിക്കുന്ന ഭാഗങ്ങളുണ്ട്. അപ്പോൾ നൽകിനാൾ നീലകണ്ഠനും പുകളേകിയൊരുണ്ണിയിൽ പെറാത്ത പെണ്ണവൾക്കേതുമറിയാം മുലയേകുവാൻ. നീ പ്രസവിച്ചിട്ടില്ല, പിന്നെ എങ്ങനെ നീ സ്തന്യപാനം ചെയ്യുക? ഭഗവാൻ അറിയാതെ കണ്ട് ഈ ലോകത്തിൽ ഒരാളുടെയും കല്യാണം കഴിയില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പാഴ്വിഷം നൽകിനാൾ നീലകണ്ഠനും പുകളേകിയൊരുണ്ണിയിൽ പെറാത്ത പെണ്ണവൾക്കേതുമറിയാ മുലയേകുവാൻ. പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് മുല കൊടുക്കാൻ അറിയില്ല. പ്രസവിച്ചാലോ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻബോണായിട്ട് ആ സ്ത്രീക്ക് അറിയുകയും ചെയ്യും എങ്ങനെയാണ് മുല കൊടുക്കുക എന്നുള്ളത്. ഒട്ടൊട്ടി വണ്ണം മഴലുണ്ടാവാമെന്നോർത്തു രാക്ഷസി. ഒട്ടൊട്ടി വണ്ണം അഴലാണ്ടാവാമെന്നോർത്തു രാക്ഷസി പവിഴച്ചുണ്ടിനാൽ പോലും അമർത്തി മധുസൂദനൻ. എന്താ ഉണ്ടായത്? ഒട്ടൊട്ടി വണ്ണം അഴലുണ്ടാവാമെന്നോർത്ത് എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാക്ഷസി പവിഴച്ചുണ്ടിനാൽ പോലും അമർത്തി മധുസൂദനൻ. മധു എന്നുള്ള രാക്ഷസനെ വധിച്ചിട്ടുള്ള ഭഗവാൻ ചുണ്ടുകൊണ്ട് അവളുടെ സ്തനത്തിനെ അമർത്തി ജീവൻ പോകുന്ന രീതിയിൽ പ്രാണങ്ങളഞ്ചും നുകരാൻ തുടങ്ങി മെയ്യിൽ വേദന. ഭഗവാൻ പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെ 5 മഹാപ്രാണന്മാർ നമ്മുടെ ഉള്ളിലുണ്ട് ഓരോരുത്തരുടെയും. അണ്ടർ ദിസ് സൺ എനി ഹ്യൂമൻ ബീയിങ്സ്, വെദർ ഹീ ഈസ് നോൺ ആസ് എ ക്രിസ്ത്യൻ, വെദർ ഹീ ഈസ് നോൺ ആസ് എ മുസ്ലിം, വെദർ ഹീ ഈസ് നോൺ ആസ് സനാതന ധർമ്മിസ്റ്റ്, വാട്ട് എവർ ഇറ്റ് ഈസ്, ഈസ്റ്റ് ഓർ വെസ്റ്റ്, സൗത്ത് ഓർ നോർത്ത്, എല്ലാ മനുഷ്യരിലും ഈ പഞ്ചപ്രാണനുണ്ട്. അപ്പോൾ എങ്ങനെയാണ് സനാതനധർമ്മം ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ കഥയാവുക? ഇതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. ധന്വന്തിരി അല്ലെങ്കിൽ ആയുർവേദം, ധനുർവേദം, ഇതൊക്കെ ഹ്യൂമൻ ബീയിങ്സിനുള്ളതാണ്. ഇന്ന വിഭാഗക്കാരെന്ന് പറഞ്ഞില്ല. പക്ഷേ ഹിന്ദു സനാതനധർമ്മികളായിട്ട് കാര്യമില്ല. നോൺ വെജിറ്റേറിയൻ, അതായത് ജീവജാലങ്ങളെ കൊന്നു തിന്നുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കാര്യം നന്നാവില്ല. കാരണം എന്താ? സർവജീവഗുഹാശയ, എല്ലാ ജീവജാലങ്ങളിലും ഇരിക്കുന്ന ഭഗവാനെ മര്യാദാ പുരുഷോത്തമനായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അബദ്ധം. ഞാൻ ഹിന്ദുവാണ് കൊണ്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പ്രാണങ്ങളഞ്ചും നുകരാൻ തുടങ്ങി മെയ്യിൽ വേദന സഹിക്കവയ്യാഞ്ഞോതിപ്പോയി കുഞ്ഞേ മതി വിടൂ. ഞാൻ നിനക്ക് കാളകൂട വിഷം തേച്ച സ്ഥലമാണല്ലോ തന്നത്, പിന്നെ എന്താ നീയെ അപ്പം തന്നെ മരിച്ചു പോകേണ്ടതാണല്ലോ, അതിൻ്റെ കാറ്റ് തട്ടിയാൽ മതി. നീ എന്താ വലിച്ചു കുടിച്ചിട്ട് എൻ്റെ ജീവനെ എടുക്കുകയാണല്ലോ ചെയ്യണത്. വിടൂ കുട്ടി, വിടൂ, മതി.
വിയർത്തിടുന്നു പൊയ്ക്കൊള്ളാം കംസൻ പരമനിഷ്ഠുരൻ അയച്ചിട്ടാണു ഞാൻ നിർത്തു വയ്യേ രക്ഷിച്ചിടണമേ. അതാണ് വിയർത്തിയിടുന്നു, എനിക്ക് വിയർക്കണു, എൻ്റെ ജീവനതാ പോണു, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം, ഇനി ഞാൻ അങ്ങനെ ഉപദ്രവിക്കണില്ല. കംസൻ പരമനിഷ്ഠുരൻ അയച്ചിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ചോദിച്ചുവോ ഭഗവാൻ? ഇല്ല. പക്ഷെ പറയേണ്ടി വന്നു. എന്തുകൊണ്ടാണ് പറഞ്ഞത്? തൻ്റെ ജീവൻ പോകുമ്പോൾ പിന്നെ ഒന്നും മറച്ചു വയ്ക്കാൻ പറ്റില്ല, നുണ പറയാൻ പറ്റില്ല. അതാണ് കംസൻ പരമനിഷ്ഠുരൻ അയച്ചിട്ടാണ് ഞാൻ വന്നത്. നിർത്തു വയ്യേ രക്ഷിച്ചിടണമേ, എന്നെ രക്ഷിക്കണേ എന്ന്. അപ്പോൾ ജീവൻ പോകുന്ന സമയത്ത് നമ്മൾ രക്ഷിക്കണേന്ന് കൊണ്ട് കാര്യമില്ല. ഭഗവാനോട് ശാന്തസുന്ദരമായ മുഖത്തോടുകൂടി മനസ്സോടുകൂടി 2 നേരവും വിളക്ക് വെച്ച് ആരാധിക്കുമ്പോൾ ഭഗവാനെ രക്ഷിക്കണേ, ഭഗവാനെ രക്ഷിക്കണേ എന്ന് പറയണം. പറഞ്ഞാൽ പോരാ, അതിനനുസരിച്ച് പെരുമാറണം. വേദോക്തമായ കാര്യങ്ങളെ ചെയ്യാവൂ. ധർമ്മത്തിന് ഉചിതമായ കാര്യങ്ങളെ ചെയ്യാവൂ. അതൊന്നേ മതി കായാമ്പൂ മണിവർണ്ണൻ കനിഞ്ഞിടാൻ. ഏത്? എന്നെ രക്ഷിക്കണേ, എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ അതൊന്നേ മതി കായാമ്പൂ മണിവർണ്ണൻ കനിഞ്ഞിടാൻ. ഭഗവാൻ കനിയാൻ ഇങ്ങനൊന്ന് പ്രാർത്ഥിച്ചാൽ മതി. സർവന്തര്യാമിതൻ മുമ്പിൽ എത്ര നേരം മറച്ചിടാം. ഈശ്വരൻ്റെ മുന്നിൽ നമ്മൾക്ക് മറിമായം ചെയ്യാൻ പറ്റില്ല. കാരണം സർവത്ര വിളങ്ങുന്ന ജഗതീശ്വരൻ. ആകാശം നമ്മുടെ കർമ്മങ്ങൾക്ക് സാക്ഷിയാണ്. ഭൂമി, പഞ്ചഭൂതങ്ങൾ, ദിനം, രാത്രം, സന്ധ്യകൾ, ഇതൊന്നും അറിയാതെ കണ്ട് എനിക്ക് ഭാഗ്യം വേണം പറഞ്ഞിട്ട് ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി കഴിച്ചതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. ഞാൻ ആർക്കും എതിരല്ല. ഞാൻ സത്യത്തിന് ഫേവറബിളാണ്, അസത്യത്തിന് ഞാൻ എതിരാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് സർവന്തര്യാമി തൻ മുമ്പിൽ എത്ര നേരം മറച്ചിടാം. യഥാർത്ഥ രൂപം പുറമേക്കതാ കാണുന്നു ദംശങ്ങൾ. രാക്ഷസിയുടെ രൂപം മറച്ച് മോഹിനി രൂപത്തിൽ എത്ര നേരം ഇരിക്കാൻ പറ്റും? പറ്റില്ല. അതാ ദംശങ്ങൾ പുറത്തേക്ക് വരുന്നു. യഥാർത്ഥ രൂപം പുറമേക്കതാ കാണുന്നു ദംശകൾ. ചെമ്പിച്ചഴിഞ്ഞ മുടിയാം ആ മട്ടിൽ ആകൃതിയൊക്കെയും മാറി. മാൻകണ്ണു വട്ടത്തിൽ കുണ്ടൻ കിണർ കണക്കയായി. മാൻകണ്ണിയായിട്ടുള്ള മൃഗാക്ഷിയായിരിക്കുന്ന നയന മനോഹരമായുള്ള കണ്ണുകളൊക്കെ പോയി പൊട്ടക്കിണറിനെ പോലെ കൊണ്ടുള്ളതായി. കാരണം എന്താ? ഭഗവാന്റെ അടുത്ത് ഒരു മായി നടക്കില്ല. ഭഗവാൻ സ്വയം മായാധിപനാണ്. മാത്രമല്ല, ചെമ്പിച്ചഴിഞ്ഞ മുടിയാ മട്ടിലാകൃതിയൊക്കെയും മാറി. മാൻകണ്ണു വട്ടത്തിൽ കുണ്ടൻ കിണർ കണക്കയായി. കാലൻ കോഴിക്കെഴും ചായ കലർന്ന പെരുതാം മുഖം. മുഖത്തിൻ്റെ സൗന്ദര്യമൊക്കെ പോയി കാലൻ കോഴീനെ പോലെയായി. ഭയങ്കരമതാ കൈകാൽ ഇട്ടടിച്ചു പൊടുന്നനെ. കയ്യും കാലും നിലത്തടിക്കണു. മാറത്തു സച്ചിദാനന്ദം കെട്ടിത്തൂക്കിയ മാതിരി. മാറത്ത് ഒരു എന്താണെന്നാ പറയുക, സച്ചിദാനന്ദം കെട്ടിത്തൂക്കിയ പോലെ. അതിന് രൂപമുണ്ടോ? സച്ചിദാനന്ദത്തിന് രൂപമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ചന്ദനം ചാർത്തുക? സി, ഐ ആം വെരി ഡയറക്റ്റ് ടു ദി പോയിന്റ്. അതിലൊന്നും കുടുങ്ങരുത്. ഏതിലെ? ഈ സച്ചിദാനന്ദം കെട്ടിത്തൂക്കിയ മാതിരിയുള്ള ഭഗവാനെ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? നിരാകാരനായിട്ട് തന്നെ മനസ്സിലാക്കണം. ഭയങ്കരമതാ കൈകാലിട്ടടിച്ചു പൊടുന്നനെ. മാറത്തു സച്ചിദാനന്ദം കെട്ടിത്തൂക്കിയ മാതിരി. മണിവർണ്ണനെ ഏറ്റിക്കൊണ്ടെഴുന്നേറ്റു നിശാചരി. എണീറ്റു. കേണും ഞരങ്ങിയും കൊണ്ട് മുറ്റത്തെത്തി. മലർന്നവൾ വീണാൾ തന്മയ്യനങ്ങാതായി. നാവുടൻ നീട്ടി രാക്ഷസി. തൻ്റെ ശരീരങ്ങൾ, കയ്യുകാലുകളൊക്കെ മരവിച്ചു നീണ്ടു നിവർന്ന് കിടന്നു. നാവ് പുറത്തേക്ക് തള്ളി. കണ്ണൊക്കെ ഉള്ളിൽ പോയി.
കേണും ഞരങ്ങിയും കൊണ്ട് മുറ്റത്തെത്തി മലർന്നവൾ വീണാൾ തൻ മെയ്യനങ്ങാതായി നാവുടൻ നീട്ടി രാക്ഷസി മഹാപാപം വീണിടഞ്ഞു കിടക്കുന്ന മാതിരി. മഹാപാപമാണ് ഈ വീണുടഞ്ഞ് കിടക്കണതെന്നാണ് പറഞ്ഞത്. എന്നിട്ടോ മാതിരി ഉടലങ്ങിനെ ഉടലങ്ങിനെ ആത്മാവോ തനി സ്വർണം നിറത്തിലായി. ആത്മാവോ തനി സ്വർണം നിറത്തിലായി. കൽമഷങ്ങളൊക്കെ പോയി നടത്തും. ഭയങ്കരാകൃതി അതു കണ്ടു വീഴുമായ യശോദൻ നിലവിളി കേട്ടു രോഹിണി. അപ്പോൾ തൻ്റെ ഓമനപുത്രൻ രാക്ഷസിയുടെ മാറിൽ കളിക്കണം. അത് കണ്ട് നിലവിളിച്ചു. ആരെ? യശോദമ്മ. അതാരാ കേട്ടത്? രോഹിണി. പരിഭ്രമിച്ചുടൻ ഒരു തെല്ലുമൊച്ചയെ പുറപ്പെടാതവിടം മരണ്ടു നിന്നുപോയി. വായയിൽ ശബ്ദം പൊങ്ങാതെ കണ്ട്, ശങ്കിൽ നിന്ന് ശബ്ദം വരാതെ കണ്ട് മറവിച്ച് നിന്നു എന്നാണ് പറഞ്ഞത്. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാഖണ്ഡേ പഞ്ചദശ സർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി നമ്മൾക്ക് 16-ാം സർഗം പൂതനാമോക്ഷം ഭാഗം 2. ഇപ്പോൾ പൂതനാമോക്ഷം ആദ്യത്തെ ഭാഗം കഴിഞ്ഞത്. ഇനി 2ാമത്തെ ഭാഗം 16-ാം സർഗം ശ്രീകൃഷ്ണ ലീലാകാണ്ഡത്തിലെ. ഒച്ച കേട്ടോടി വന്നുള്ള ഗോപഗോപികളെ വരും പെട്ടെന്നു കുന്നുപോലുള്ള ശവം കണ്ടു വിറച്ചുപോയി. നന്ദഗോപരുടെ തിരുമുറ്റത്ത് അതിബീഭത്സമായ രീതിയിൽ ഒച്ച കേട്ടോടി വന്നുള്ള ഗോപഗോപികളെ വരും പെട്ടെന്നു കുന്നുപോലുള്ള ശവം കണ്ടു വിറച്ചുപോയി. പാറപ്പുറം പോലെഴും ആത്മാർത്ഥടം തന്നിലാവിധം മുന്നിത്രേ തൃക്കൈ പിടുത്തം വിട്ടൊട്ടിട്ടിളകുമുണ്ണിയെ. ഭഗവാൻ സ്ഥലങ്ങളൊക്കെ വിട്ടുന്നു കൈകൊണ്ട്. ഈ നാളികേരം പിഴിയാന്ന് പറയും. കുട്ടികൾ 2 കൈയും കൂട്ടിയിട്ട് ഇങ്ങനെ പിഴിയും. നാളികേരം പിഴിയാന്ന് പറയാം. അപ്പോൾ ഉണ്ണിത്രിക്കൈ പിടുത്തം വിട്ടൊട്ടിട്ടിളകുമുണ്ണിയെ ശ്രീമുഖം മുട്ടിമാഴിയിടും കുഞ്ഞിനെ ചെന്നു ഗോപികൾ എടുത്തിറങ്ങി വേഗത്തിൽ ഗോപന്മാർ നോക്കി നിൽക്കവേ. ആണുങ്ങൾ സ്തബ്ധരായി നിൽക്കും. പെണ്ണുങ്ങളെ കാര്യപ്രാപ്തി ഉണ്ടാവുക. പെണ്ണുങ്ങൾ ഉടൻ ആക്ഷനാണ്. ക്യുക്ക് 1 2 3 4 ബസ്. ശവം ഒരു കുന്നുപോലുള്ള ശവത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഓമനപുത്രനായിരിക്കുന്ന ആ പൊന്നുണ്ണി കൃഷ്ണനെ 2 കൈ കൊണ്ടും താങ്ങി ചാടിയവർ താഴത്തേക്ക്. എന്നിട്ട് പറഞ്ഞു, ശ്രീമുഖം മുട്ടിമാകിടും കുഞ്ഞിനെ ചെന്നു ഗോപികൾ എടുത്തിറങ്ങി വേഗത്തിൽ ഗോപന്മാർ നോക്കി നിൽക്കവേ. കണ്ണും കാലും നനപ്പിച്ചു പൂ പോലുള്ള കിടാവിനെ ഭസ്മം തൊടിച്ചു ഭഗവൻ നാമം കീർത്തിച്ചു. ആരെ? ഗോപസ്ത്രീകൾ കണ്ണും കാലും നനപ്പിച്ചു. കയ്യും കാലല്ല, കണ്ണും കാലും നനപ്പിക്കുക എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് പോളകളിൽ വെള്ളം തളിക്കുക. കണ്ണും കാലും നനപ്പിച്ചു പൂ പോലുള്ള കിടാവിനെ ഭസ്മം തൊടിച്ചു ഭഗവൻ നാമം കീർത്തിച്ചു. പയ്യനെ കൊണ്ടു വന്നിട്ട് അതിൻ വാൽ കൊണ്ടൊഴിഞ്ഞു തിരുമേനിയിൽ. ഭഗവാന്റെ ആ ഉണ്ണികൃഷ്ണൻ്റെ ശരീരത്തിനെ പശുവിൻ്റെ പുച്ഛം കൊണ്ട് തലോടി. എന്താ കാരണം? ആ കുട്ടിയുടെ ശരീരത്തിലുള്ള ഭയം, മനസ്സിലുള്ള പേടിയൊക്കെ പോവും. അതാണ്. അപ്പോൾ കൊണ്ടുവന്നിട്ട് അതിൻ വാൽ കൊണ്ടൊഴിഞ്ഞു തിരുമേനിയിൽ പശുക്കുളമ്പിനട അമ്പടിയിലെ പൊടിച്ചാണകനീരിനാൽ. പശുവിൻ്റെ കുളമ്പിൽ പറ്റിപ്പിടിച്ചുള്ള മൺതരികളെ ചാണകനീരിനാൽ, ചാണകത്തിന് വെള്ളം അല്ലെങ്കിൽ പിന്നെ പശുവിൻ്റെ മൂത്രം കൊണ്ട് ചാലിച്ചു നെറ്റിയിൽ പൊട്ടുതൊടിച്ചു ചില ഗോപികൾ. എന്തപ്പോ ചാണകത്തിൻ്റെ വെള്ളത്തിലാണ് പശുവിൻ്റെ കുളമ്പിലുള്ള മൺപൊടി കൊണ്ട്. ഇപ്പം മനസ്സിലായോ? ചന്ദനമല്ല, മനസ്സിലായോ? കസ്തൂരിയല്ല, ഒന്ന് മനസ്സിലായോ?
ഇതിനർത്ഥം അറിയാം, ഇത് വായിക്കണേൽ അർത്ഥം അറിഞ്ഞാലല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചാലിച്ചു നെറ്റിയിൽ പൊട്ടുതൊടിച്ചു ചില ഗോപികൾ, അപ്പോഴേക്കും പ്രായമേറും പല ഗോപികൾ വന്നതാ. കുറച്ച് വയസ്സായിട്ടുള്ള സ്ത്രീകൾ വന്നു. കൈകാൽ കഴുകി വീണ്ടും പൂമ്പെയ്തലിൻ കുളിർമേനിയിൽ അംഗങ്ങൾ തോറും രക്ഷിപ്പാൻ അഖിലേശനെ ഓർത്തുടൻ. ഇന്നത്തെ അമ്മമാർ സ്ത്രീകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിന് 12 സ്കന്ധങ്ങളുണ്ട്, 12 ജോയിൻസ് ഉണ്ട്. ആ ഓരോ ജോയിൻസിനും ഭഗവാന്റെ ഓരോ നാമങ്ങൾ ചൊല്ലിക്കൊണ്ട് തൊടുക. അപ്പം എന്തായി, ആ ദൈവിക ശക്തികൾ ആ ജോയിൻസിനെ നല്ലപോലെ ആക്കും. ഇതാ പ്രമാണമാണ്. ഈ പ്രമാണം അറിയാതെ കണ്ടു പോയതാണ് നമ്മൾക്ക് കുഴപ്പമായത്. അപ്പോൾ പറയണു, രക്ഷിക്കണം അജൻ കാൽ തൊട്ട് ഈ മന്ത്രം ചൊല്ലി മെല്ലവേ. ഒരു പ്രായമായിട്ടുള്ളൊരു സ്ത്രീ വന്നിട്ട് കുട്ടീനെ എടുത്ത് മടിയിൽ വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു, രക്ഷിക്കണം അജൻ ബ്രഹ്മാവ് കാൽ തൊട്ട് ഈ മന്ത്രം ചൊല്ലി മെല്ലവേ ഗോമൂത്രം ദർഭയാൽ മുക്കിത്തളിച്ചു വിധിപൂർവകം. മന്ത്രം ചൊല്ലിയിട്ട് ഗോമൂത്രം ദർഭ കൊണ്ട് തളിച്ചു. കനലിൽ കടുകും കനലിൽ തീയിലെ കടുകും മറ്റും പുകച്ചും. ഈ ചന്തമുളകും കടുകും കുട്ടീനെ ഒഴിഞ്ഞിട്ട് കനലിലിടുക. ഇതൊക്കെ പണ്ടത്തെ കാലത്ത് ചെയ്തിരുന്നു. പണ്ടത്തെ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിഞ്ഞിരുന്നു. ഇന്ന് അതിനെ ബഹുമാനിച്ചിരുന്നു. പെൺകുട്ടികളും മരുമക്കളൊക്കെ അതൊക്കെ വിട്ടു. അപ്പോൾ കനലിൽ കടുകും മറ്റും പുകച്ചും പലമാതിരി വഴിപാടുകളും, വഴിപാടല്ല വഴിപാടെന്നാ ഇന്ന് നമ്മൾ പരക്കെ നോട്ടീസ് ബോർഡിൽ വഴിപാട് എന്നാണ്. വഴിപാടുകളും നേർന്നു യശോദയുടെ കൈകളിൽ എത്രയും സ്നേഹമാർന്നേകി കുഞ്ഞിന് മുലയേകുവാൻ. പ്രാവിയിട്ടല്ല, കുട്ടിയെ നോക്കാൻ വയ്യേ നമുക്ക്, അങ്ങനല്ല. എത്രയും സ്നേഹമാർന്നേകി കുഞ്ഞിനു മുലയേകുവാൻ പൂമ്പൈതലോ മുല കൊടിച്ചുറങ്ങി മെല്ലെ മെല്ലവേ. ഭഗവാൻ മെല്ലെ മെല്ലെ ഉറങ്ങി. അപ്പോഴേക്കും നന്ദഗോപനെത്തി. കംസനെ കണ്ട് കപ്പം കൊടുത്തിട്ടുള്ള നന്ദഗോപുരം മടങ്ങിയെത്തി. അപ്പോഴേക്കും നന്ദഗോപനെത്തി മുറ്റം മുഴുക്കയും നിറഞ്ഞോരശവം കണ്ടു വിസ്മയപ്പെട്ടു ചൊല്ലിനാൻ. സംഭ്രാന്തജനകമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടത്. മിറ്റം ബാക്കിയില്ല, മിറ്റം മുഴുവൻ പൂതനയുടെ ശവ. അപ്പോൾ ഓർത്തു, എൻ്റെ സതീർത്ഥ്യൻ എൻ്റെ പ്രായം കൊണ്ട് എൻ്റെ ജ്യേഷ്ഠസ്ഥാനത്തുള്ള വസുദേവർ എന്നോട് പറഞ്ഞു, ഗോകുലത്തിൽ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ സംഭവിക്കണമെന്ന് ഞാൻ മനസ്സിലാക്കണം, താൻ ഓടിപ്പോ വേഗം. അത് സത്യമായി. അപ്പോഴേക്കും നന്ദഗോപനെത്തി മുറ്റം മുഴുക്കയും നിറഞ്ഞൊരശവം കണ്ടു വിസ്മയപ്പെട്ടു ചൊല്ലിനാൻ. ഞാൻ 12ാമത്തെ ശ്ലോകത്തിൽ ഞാൻ ഒരു റിമാർക്സ് എഴുതി, ഹരേ, വേറെ ഒന്നും ചെയ്യല്ല. ഈ ത്രികാലജ്ഞാനമുണ്ടോർക്കിൽ വസുദേവനു നിശ്ചയം. നന്ദഗോപുരം ഒരു തീരുമാനത്തിലെത്തി. നമ്മുടെ വസുദേവനുണ്ടല്ലോ, അദ്ദേഹത്തിന് ത്രികാലജ്ഞാനമുണ്ട്. അല്ലെങ്കിൽ വരാൻ പോകുന്നത് ഇത്ര കൃത്യമായിട്ട് ആരാ പറയാം? ത്രികാലജ്ഞാനമുണ്ട്, ഓർക്കിൽ ആ വാക്കാണ്. ഓർത്താലൊക്കെ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. വസുദേവന് നിശ്ചയം ഭക്തി സാധനയാൽ അത്രയ്ക്കുയർന്നിട്ടുണ്ടു ഭാഗ്യവാൻ. അപ്പോൾ ഈ ത്രികാലജ്ഞാനം എങ്ങനെ ഉണ്ടാവുക? ഭക്തിയാകുന്ന സാധന. ഹാബിറ്റ്സ് മേക്ക് എക്സ്പീരിയൻസ് അല്ലേ? ഉയർന്നിട്ടുണ്ടു ഭാഗ്യവാൻ. ഈ മട്ടോർത്ത് ആ മഹാഭാഗവൻ അകത്തേക്കു നടക്കവേ. ഇതിങ്ങനെ ആലോചിച്ചുകൊണ്ട് അകത്തളത്തിലേക്ക് കടന്നപ്പോൾ
പർവ്വതം പോലെ മുറ്റത്തു കിടന്നിടുന്നൊരശവം. അതായത് പടിപ്പരുടെ വാതിലെന്ന് വിചാരിക്കുക, അങ്ങനെ വിചാരിക്കുക. പർവ്വതം പോലെ മുറ്റത്തു കിടന്നിടുന്നൊരശവം പലരും മഴുവും കൊണ്ടുവന്നു വെട്ടിമുറിച്ചുടൻ. കയ്യ കാല് ഒരാൾ പറയണ്ട, ഞാൻ മണികണ്ഠം മഴ കൊണ്ട് വെട്ടി നിൽക്കാം, നീയെ ഇവിടെ മുട്ടുംകാല്, നീ ഇവിടെ പിന്നെ ജോയിൻ്റ് ഇങ്ങനെ തുണ്ടാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ്, വെട്ടിയെടുക്കുകയാണ്. പല തെങ്ങ് ആല് മരങ്ങൾ മുറിക്കണ മാതിരി. അപ്പോൾ പലരും മഴുവും കൊണ്ടുവന്ന് വെട്ടിമുറിച്ചുടൻ വിദൂരം ഇട്ട് അതിൽ ചോട്ടിൽ വിറകിൽ തീ കൊളുത്തവേ. വളരെ വിദൂരത്ത് ആള് സഞ്ചാരമില്ലാത്ത ഒരു പൊതുസ്ഥലത്ത് കൊണ്ടുപോയിട്ട് പൂതനയുടെ ശവം ദഹിപ്പിക്കുകയാണ്. ശവം ദഹിപ്പിക്കുമ്പോൾ എന്താ ഉണ്ടാവണത്? ആളിപ്പിടി. അപ്പോൾ വിദൂരം ഇട്ട് അതിൻ ചോട്ടിൽ വിറകിൽ തീ കൊളുത്തവേ. ആളിപ്പിടിച്ച ദേഹത്തിൽ പുകയ്ക്കും അകിലിൻ മണം. പുകയ്ക്കും അകിലിൻ മണം. എന്താ? ഭഗവാൻ മോക്ഷം കൊടുത്ത ശരീരമാണ്. പൊങ്ങി മണം പൊങ്ങി പൂമ്പെയ്തൽ തൊട്ടപ്പോൾ തന്നെ പാപം നശിക്കയാൽ. അവ പൂതന എത്ര വലിയ രാക്ഷസിയാണെങ്കിലും ഭഗവാന്റെ ശരീരത്തിനോട് സ്പർശം വന്നതോടുകൂടി പാപങ്ങളകന്നു. അതുകൊണ്ടാണ് ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക, ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക, ഭഗവാനെ മനസ്സിൽ സ്മരിക്കുക. ആരാധനാബിംബത്തെ അള്ളിപ്പിടിക്കുക. ഭഗവാന്റെ പാതാരവിന്ദത്തിൽ 2 തിരുപാദപത്മങ്ങളും പിടിച്ച് മണ്ട മുട്ടുക. അപ്പോൾ പറഞ്ഞു, പൂമ്പെയ്തൽ തൊട്ടപ്പോൾ തന്നെ പാപം നശിക്കയാൽ കുലം തൊഴിലും ആചാരം ഉദ്ദേശവും ഒരേ വിധം ദുഷിച്ചൊരാ രാക്ഷസിക്കുമേകി മോക്ഷം ദയാനിധി. ശ്രദ്ധിച്ച് വായിക്കണം അവിടെ. കുലം മോശമാണ്, തൊഴിൽ മോശമാണ്, ആചാരം മോശമാണ്, ഉദ്ദേശം മോശമാണ്, എല്ലാം ഒരേ വിധം ദുഷിച്ചൊരാ രാക്ഷസിക്കുമേകി മോക്ഷം ദയാനിധി. ഭക്തലോകത്തിനുൾക്കാമ്പിൽ മിന്നും തൃപ്പാദ പങ്കജം. ഭഗവാന്റെ തിരുവാദപത്മങ്ങൾ എവിടെ മിന്നണത്? ഭക്തലോകത്തിനുൾക്കാമ്പിൽ. ലോകരുടെ ഉൾക്കാമ്പിൽ, മനസ്സിൽ. അതുകൊണ്ടാണ് അകക്കണ്ണുകൊണ്ട് ഭഗവാനെ കാണാം. തള്ളി നീക്കിയിട്ടും അവൾ തന്മാറിൽ ചേർന്നു മഹാപ്രഭു. വിടൂ വിടൂ ഉണ്ണീന്ന് നിലവിളിച്ചിട്ടും ഭഗവാന്റെ തല ഈറുമാറ്റുന്ന കൂട്ടത്തിൽ ശരീരത്തിൽ നിന്ന് വിദൂരത്തിലേക്ക് തള്ളി വിട്ടു. ഭഗവാൻ വിട്ടില്ല. എന്താ കാരണം? ഭഗവാൻ ഒരാൾക്ക് മോക്ഷം കൊടുക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരെ വിടില്ല. ഭഗവാൻ എന്നെ വിടുന്നില്ല. കാരണം എന്താ? എന്നെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഭഗവാൻ അതാണ്. എന്തൊക്കെ വായിക്കാൻ പറ്റുക അതൊക്കെ താൻ വായിച്ചോളൂ, ഞാൻ കൂടെ നിൽക്കാം. അപ്പോൾ അത്തരം കൃപയുൾ തിങ്ങും ഭഗവാന്റെ പാദാംബുജം ഭക്തിയോടെ ഭജിച്ചിടുന്നവനെ ബഹുഭാഗ്യവാൻ. ആരാണ് ബഹുഭാഗ്യവാൻ? ധാരാളം ഭാഗ്യം ചെയ്ത ആളാരാ? അത്തരം കൃപ ഉൾത്തിങ്ങും. എങ്ങനെ? തനിക്ക് വിഷം തരാൻ വരുന്ന രാക്ഷസ സ്ത്രീക്ക് കൂടി മോക്ഷം കൊടുക്കാൻ കെൽപ്പുള്ള ഭഗവാൻ, അല്ലെങ്കിൽ തയ്യാറായ ഭഗവാൻ. അത്തരം കൃപയുൾത്തിങ്ങും ഭഗവാന്റെ പാദാംബുജം ഭക്തിയോടെ ഭജിച്ചിടുന്നവനെ ബഹുഭാഗ്യവാൻ. അപ്പോൾ ദുഃഖിച്ചും കൊണ്ട് ഭഗവാന്റെ പാദപത്മങ്ങളെ പൂജിച്ചിട്ട് യാതൊരു കാര്യമില്ല. അഹങ്കാരം കൊണ്ട് അതൊന്നും പാടില്ല. വിഷം കൊടുത്തോൾക്ക് അമൃതം നൽകും ഉണ്ണിക്കരങ്ങളിൽ. പൂതന എന്തിനാവുന്നത്? ഭഗവാന് വിഷം കൊടുക്കാൻ. പക്ഷേ ഭഗവാൻ പൂതനയ്ക്ക് എന്താ കൊടുത്തത്? അമൃതമാണ് കൊടുത്തത്. അല്ലേ? അങ്ങനെയല്ലേ പറയാം?
അപ്പോൾ അലിഞ്ഞു വെണ്ണയോ മറ്റോ വയ്ക്കുവോർക്കെന്തു ചൊല്ലിടാം. അപ്പോൾ വിഷം കൊടുത്തവർക്ക് അമൃത് കൊടുക്കുന്നുണ്ടെങ്കിൽ ഭഗവാന്റെ തൃക്കൈയിൽ തേനോ താമരപ്പൂവോ പൂവമ്പഴമോ അല്ലെങ്കിൽ ഒരു ഉരുള വെണ്ണയോ വെച്ച് കൊടുത്താൽ ഭഗവാൻ എന്തൊക്കെ തരും? വിഷം കൊടുത്ത പൂതനയ്ക്ക് മോക്ഷം കൊടുക്കുന്നുണ്ടെങ്കിൽ, പക്ഷെ അവിടെ ഒരു ഭാവമുണ്ട് പൂതനയ്ക്ക്. എന്താ ഭാവം? പൂതന ആരാ? പൂതന ബലിയുടെ ഭാര്യ. അപ്പോൾ രണ്ടാമതൊരു സൂര്യൻ എന്ന് പറയുന്ന പോലെ ബലിയുടെ യാഗശാലയ്ക്ക് നടന്നു വരുന്ന വാമനമൂർത്തിനെ കണ്ടപ്പോൾ ഈ കുട്ടീനെ ഒന്ന് എടുത്ത് മടിയിൽ വെച്ച് മുല കൂട്ടായിരുന്നു എന്ന് ആര് സങ്കല്പിച്ചു? ബലിയുടെ ഭാര്യ. അത് ഭഗവാൻ സാർത്ഥകമാക്കി കൊടുക്കുക ചെയ്യണത്. ഇത് എത്ര ആൾക്ക് അറിയാം? നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത്, ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ എന്തൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അതൊക്കെ ഭഗവാൻ നടത്തി തന്നിട്ടുണ്ട്. അപ്പോൾ അലിഞ്ഞു വെണ്ണയോ മറ്റോ വയ്ക്കുവോർക്കെന്തു ചൊല്ലിടാം. ശവത്തിന് അകിലിൻ ഗന്ധം ചേർത്തൊരത്ഭുത ബാലകൻ പൂമ്പാദം ഓർക്കും ഈ നമ്മൾക്കെത്രയും ഭക്തി സൗരഭം. അല്ലേ? ദുഷിച്ച പൂതനയുടെ ശവത്തിന് അകിലിൻ്റെ ഗന്ധം ചേർത്ത അത്ഭുതകർത്താവായിരിക്കുന്ന ഭഗവാന് അദ്ദേഹത്തിൻ്റെ പൂമ്പാദമോർക്കും ഈ നമ്മൾ, അദ്ദേഹത്തിൻ്റെ തിരുപാദപത്മങ്ങളെ ധ്യാനിച്ച് ഇരിക്കുന്ന നമ്മൾക്ക് എത്രയും ഭക്തി സൗരഭം തരും എന്നാണ് പറഞ്ഞത്. കനിഞ്ഞരുളി എമ്മട്ടും അതിനുള്ളൊരു സംശയമില്ലാത്ത കാര്യമാണ്. പട്ടാമ്പിയുടെ വാക്കുകളിൽ കൂടെ ഭഗവാന്റെ ഊർജ്ജസ്വലമായ ഉപദേശശകലങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വച്ച് നിത്യനൈമിത്തിക ജീവിതത്തിൽ പകർത്തി തള്ളേണ്ടതിനെ തള്ളി കൊള്ളേണ്ടതിനെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ മോക്ഷോറപ്പ്. അത്രേ ഞാൻ പറയുള്ളൂ. കനിഞ്ഞരുളും എമ്മട്ടും അതിനൊരു സംശയം അകിലിൻ മണമെങ്ങും പറന്നിതു കാരണം അന്വേഷിച്ചണയും ഗോപർ അമ്പാടിയിൽ നിറഞ്ഞുപോയി. എവിടുന്നാണ് ഈ മണം വരുന്നത് എന്ന് അന്വേഷിച്ച് ആൾക്കാർ അമ്പാടിയിലെത്തി. ഉച്ചയ്ക്ക് ആടിക്കുഴഞ്ഞും കൊണ്ടവൾ അമ്പാർണഞ്ഞതും. അപ്പോൾ ഒരു സ്ത്രീ ആടിക്കുഴഞ്ഞ് വന്നു, കാണാൻ മനോഹരിയായിരുന്നു, പക്ഷെ അവൾ ഈ രാക്ഷസിയാണ് അവളെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഗെറ്റ് ഔട്ട് പറഞ്ഞിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. ഭയങ്കരത പിന്നീട് വെളിവാക്കി മരിച്ചതും ഗോപിമാരരുളി കേട്ടു വിസ്മയം പൂണ്ടു സർവരും. ഉണർന്നാനുണ്ണി നന്ദൻ ചെന്നെടുത്തലിവോടിങ്ങനെ ശ്രീമുഖം നോക്കിയേ നിന്നു പരമാനന്ദമഗ്നനായി. അപ്പം നമ്മളും അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നമുക്കിത് മനസ്സിലാവില്ല. ഉണർന്നാനുണ്ണി യശോദമ്മ തൻ്റെ സ്തന്യപാനം ചെയ്യിപ്പിച്ച് മെല്ലവേ പാട്ടുപാടി ഉറക്കിയിട്ടുള്ള കുട്ടി ഉണർന്നു. നന്ദൻ ചെന്നെടുത്തലിവോടങ്ങിനെ ശ്രീമുഖം നോക്കിയേ നിന്നു പരമാനന്ദമഗ്നനായി. ശുഗമുനി അരുളി ചെയ്തുള്ളതാം ഈ ചരിത്രം. ഇതാര് പറഞ്ഞിട്ടുള്ളതാണ്? ശുഗമുനി അരുളി ചെയ്തുള്ളതാം ഈ ചരിത്രം. പ്രകടിതപരവാത്സല്യാതിരേകം പവിത്രം. ഭക്തി പ്രകടമാവും. ഇത് ശരിക്കും മനസ്സിലാക്കുക. വരവാത്സല്യാതിരേകം പവിത്രം. വരാണ്. മനുഷ്യജന്മം എടുത്തിട്ടുള്ളവർക്ക് വരാണ് പൂതനാമോക്ഷം. നുകരുക ജനമേ, ഈ അമൃത സമാനമായിട്ടുള്ള ഈ കഥ നിങ്ങൾ നുകരൂ ജനമേ. നീ സച്ചിദാനന്ദഗന്ധത്തിക പുലകിതിൽ വീശും പൂതനാമോക്ഷമമ്പാൽ. ശുഗമേ സച്ചിദാനന്ദഗന്ധതിക വീശും പൂതനാമോക്ഷമമ്പാൽ. ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശിനി ലീലാകാണ്ഡേ ഷോഡശ സർഗഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.
അങ്ങനെ 523 ഭാഗം കഴിഞ്ഞു. നാളെ 524 ഭാഗം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭമുണ്ടാവട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.